ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇനി നമുക്ക് തേർഡ് ഓർഡർ റിയാക്ഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതിന് മുമ്പായിട്ട് നമുക്ക് എക്സ്പ്രഷൻ ഫോർ റേറ്റ് കോൺസ്റ്റന്റ് ഫോർ nth ഓർഡർ റിയാക്ഷൻ നോക്കാം. ഇപ്പോൾ ഒരു nth ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ എന്താണ്? അതിനുവേണ്ടി ലെറ്റ് us കൺസിഡർ an nth ഓർഡർ റിയാക്ഷൻ ഓഫ് ദി ടൈപ്പ് Na give rise to product. അപ്പോൾ Na give rise to product എന്നുള്ള ഒരു nth ഓർഡർ റിയാക്ഷന്റെ പരിഗണിക്കും. ഓക്കെ, അപ്പോൾ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് എ എന്ന് പറയുന്നത് സ്മാൾ എ ആണ്. ആഫ്റ്റർ ടൈം ടി നമുക്ക് എക്സ് എമൗണ്ട് ഡിക്രീസ് ചെയ്തു. സോ ദി കോൺസെൻട്രേഷൻ ഓഫ് എ ആഫ്റ്റർ ടി ടൈം എന്ന് പറയുന്നത് എ മൈനസ് എക്സ് ആണ്. സോ ദി റേറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ഡി എ മൈനസ് എക്സ് ബൈ ഡി ടി. നമ്മൾ ആൾറെഡി പറഞ്ഞു. സിക്വൽ ടു നമുക്ക് റേറ്റ് ലാ ഉപയോഗിച്ചുകൊണ്ട് റേറ്റ് എഴുതുമ്പോൾ റേറ്റ് കോൺസ്റ്റന്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ ടി ടൈമിൽ എ മൈനസ് എക്സ് ആണ്, റൈസ് ടു nth ഓർഡർ റിയാക്ഷൻ ആയതുകൊണ്ട് റൈസ് ടു എൻ. ഓക്കെ, സോ നമുക്ക് ഇതിനെ നമ്മൾ ആൾറെഡി പറഞ്ഞു, ഇതിനെ ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതാം. സിക്കൽ ടു കെ എ മൈനസ് എക്സ് റൈസ് ടു എൻ എന്ന് എഴുതാം. ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡി എക്സ് ബൈ എ മൈനസ് എക്സ് റൈസ് ടു എൻ സിക്കൽ ടു കെ ഡി ടി എന്ന് എഴുതാം. ഇനി ഇതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാണ്. ഡി എക്സ് ബൈ എ മൈനസ് എക്സ് റൈസ് ടു എൻ സിക്കൽ ടു കെ ഇന്റഗ്രൽ ഡി ടി. ഇതിന്റെ ഇന്റഗ്രൽ നമുക്കറിയാം 1/n-1 ഇൻറ്റു എ മൈനസ് എക്സ് റൈസ് ടു n-1 ആണ് അല്ലെ. ഡി ടിയുടെ ഇന്റഗ്രൽ ടി ആണ്. സോ കെ ടി പ്ലസ് സി, വേർ സി ഇസ് ദ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ. ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് ദി കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ അറ്റ് ടൈം ടി ഇസ് ഈക്വൽ ടു 0, നമുക്കറിയാം ഇനിഷ്യൽ ടൈമിൽ കോൺസെൻട്രേഷൻ ഓഫ് എ എന്ന് പറയുന്നത് എ ആയിരുന്നു. സോ നമുക്ക് അപ്പോഴും എക്സ് ഇല്ല, ഡിക്രീസ് ഇല്ല. സോ എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്ക് ടിയുടെ വാല്യൂം എക്സിന്റെ വാല്യൂം 0 എന്ന് കൊടുക്കുമ്പോൾ 1/n-1 എ റൈസ് ടു n-1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ സിയുടെ വാല്യൂ കിട്ടി. സിയുടെ വാല്യൂം കൂടെ അവിടെ ഇടുമ്പോൾ നമുക്ക് 1/n-1 ഇൻറ്റു എ മൈനസ് എക്സ് റൈസ് ടു n-1 സിക്കൽ ടു കെ ടി പ്ലസ് സിയുടെ വാല്യൂ 1/n-1 എ റൈസ് ടു n-1. അപ്പോൾ ഇതിനൊന്ന് നമുക്ക് കെ ഒരിടത്താക്കിയിട്ട് ഇതിനെ കൂടെ അപ്പുറത്ത് കൊണ്ടുപോയാൽ മൈനസ് ആവും. ദെൻ 1/t ആവും. സോ 1/t രണ്ടിൽ n-1 ഉണ്ട്, n-1 1/a മൈനസ് എക്സ് റൈസ് ടു n-1 മൈനസ് 1/a റൈസ് ടു n-1. സോ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ റേറ്റ് കോൺസ്റ്റന്റ് ഫോർ nth ഓർഡർ റിയാക്ഷൻ. ഇനി ഇനിഷ്യൽ കോൺസെൻട്രേഷൻ നമുക്ക് C0 എന്നും ആഫ്റ്റർ ടി ടൈമിലുള്ള കോൺസെൻട്രേഷൻ സി ടി എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എ മൈനസ് എക്സിന് പകരം സി ടി എന്ന് എഴുതാം. ഇനിഷ്യൽ കോൺസെൻട്രേഷൻ C0 എന്ന് എഴുതാം. എങ്കിൽ നമുക്ക് കെ സിക്കൽ ടു 1/t n-1 1/ct റൈസ് ടു n-1 മൈനസ് 1/c0 റൈസ് ടു n-1 എന്ന് എഴുതാം. ഓക്കെ, ഇനി ഈ ഒരു nth ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് പീരീഡ് എന്താണെന്ന് നോക്കാം. നമുക്ക് ഇതിൽ നിന്ന് നേരത്തെ ഉള്ള എക്സ്പ്രഷനിൽ നിന്നും ടി കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് നേരത്തെ കെ ഇവിടെ ആയിരുന്നു, ടി ഇവിടെ ആയിരുന്നു. അപ്പോൾ ഇതിനൊന്ന് ഇങ്ങോട്ട് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ടി ഇസ് ഈക്വൽ ടു 1/k ഇൻറ്റു n-1 1/a മൈനസ് എക്സ് റൈസ് ടു n-1 മൈനസ് 1/a റൈസ് ടു n-1 എന്നാണ്. അതിന് നമുക്കറിയാം ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് ഹാഫ് ഓഫ് ദി റിയാക്ഷൻ. അപ്പോൾ ടി എന്ന് പറയുന്നത് ടി ഹാഫ് ആണ്. എക്സ് എന്ന് പറയുന്നത് നമുക്ക് പിന്നെ പകുതി റിയാക്ട് ചെയ്ത് അല്ലെ. അപ്പൊ a/2 ആണ്. സോ a മൈനസ് a/2 എന്ന് പറയുന്നത് a/2 ആണ്. സോ ഇവിടെ നമുക്ക് a/2 റൈസ് ടു n-1 എന്ന് എഴുതാം. സോ നമുക്ക് ഇതിന്റെ വാല്യൂസ് ഒക്കെ ഇടുമ്പോൾ ടി ഹാഫ് സിക്കൽ ടു 1/k n-1 ഇൻറ്റു 2 റൈസ് ടു n-1 ബൈ a റൈസ് ടു n-1 മൈനസ് 1/a റൈസ് ടു n-1 എന്ന് കിട്ടും. സോ ടി ഹാഫ് സിക്കൽ ടു ഇതിനൊന്ന് നമുക്ക് ഇതിൽ രണ്ടിലും പിന്നെ നമുക്ക് a റൈസ് ടു n-1 കോമൺ ആയിട്ട് എടുക്കാം. എങ്കിൽ k ഇൻറ്റു n-1 ഇവിടെ ഉണ്ട്, a റൈസ് ടു n-1 2 റൈസ് ടു n-1 മൈനസ് 1 എന്ന്. സോ നമുക്ക് എഴുതാം ടി ഹാഫ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു a റൈസ് ടു n-1. സോ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ഹാഫ് ലൈഫ് ഫോർ nth ഓർഡർ റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ ടി ഹാഫ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു a റൈസ് ടു n-1. ഓക്കെ, ഇനി നമുക്ക് തേർഡ് ഓർഡർ റിയാക്ഷനെ കുറിച്ച് പഠിക്കാം. തേർഡ് ഓർഡർ റിയാക്ഷൻ എക്സാമ്പിൾ ആണ് ഗ്യാസ് ഫേസ് റിയാക്ഷൻ ബിറ്റ്വീൻ നൈട്രിക് ഓക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ. Nitric oxide and hydrogen react to form nitrous oxide, laughing gas and water.
rate is equal to rate constant into concentration of NO raised to 2 into concentration of hydrogen. So order is equal to 2 plus 1, 3 എന്ന് കിട്ടും. Another example is reaction between nitric oxide and bromine. To form this compound, again rate is equal to K into concentration of NO raised to 2 into Br2. 2 plus 1 again rate is 3. ഇനി നമുക്ക് ഒരു തേർഡ് ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റും ഹാഫ് ലൈഫ് എന്താണെന്ന് നോക്കാം. ഫോർ എ തേർഡ് ഓർഡർ റിയാക്ഷൻ നമുക്ക് ജനറൽ ആയിട്ട് ഒരു റിയാക്ടന്റ് മാത്രം ഉണ്ടെങ്കിൽ എഴുതാം 3a give rise to product. ഒരു nth ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് 1/T(n-1) 1/a-x(n-1) മൈനസ് 1/a(n-1) അല്ലെ. അതിനകത്ത് എന്നിന് നമുക്ക് തേർഡ് ഓർഡർ റിയാക്ഷന് 2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് k is equal to 1/3 - 1 2. Again ഇവിടെ നമുക്ക് 3 - 1 2. So 1/2t 1 - a - x സ്ക്വയർ 1/a² എന്ന് കിട്ടും അല്ലെ. ഇതിനകത്ത് ടി ഹാഫ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് ഹാഫ് ഓഫ് ദി റിയാക്ഷൻ. ഇപ്പൊ ഹാഫ് ലൈഫ് പീരീഡിൽ ടി എന്ന് പറയുന്നത് ടി ഹാഫ് ആണ്. അപ്പോ എക്സ് എന്ന് പറയുന്നത് a/2 ആണ്. സോ a-a/2 ഇവിടെ a/2 എന്ന് കിട്ടും. a/2 റൈസ് ടു 2 എന്ന് കിട്ടും അല്ലെ. സോ 2t ഹാഫ് 1/a/2 റൈസ് ടു 2 മൈനസ് 1/a² എന്ന് കിട്ടും. സോ നമുക്ക് ഇതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് 4a²/4 എന്ന് കിട്ടും. അപ്പൊ 4 മേളിപ്പം a² എന്ന് വരും. ഓക്കെ, അപ്പൊ ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് k is equal to 1/2t ഹാഫ് 3/a² എന്ന് കിട്ടും. or t half is equal to 1/2k 3/a² എന്ന് കിട്ടും. So t half is directly proportional to 1/a² എന്ന് എഴുതാം. അല്ലെങ്കിൽ t half is inversely proportional to a² എന്ന് എഴുതാം അല്ലെ. t half is inversely proportional to a². ഇനി തേർഡ് ഓർഡർ റിയാക്ഷന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നോക്കാം. തേർഡ് ഓർഡറിലെ റേറ്റ് കോൺസ്റ്റന്റിന്റെ ഇക്വേഷൻ നമുക്കറിയാം. k is equal to 1/2t 1/a² മൈനസ് 1/a² എന്നാണ്. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1/a - x² is equal to 2kt plus 1/a² എന്ന് എഴുതാം. സോ നമുക്ക് y is equal to mx plus c എന്നുള്ള ഫോമിലാണ്. സോ 1/a - x² എഗെയിൻസ്റ്റ് t വരച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രൈറ്റ് ലൈൻ കിട്ടും വിത്ത് ഇന്റർസെപ്റ്റ് 1/a². ഇത്രയും ദൂരം 1/a². നമുക്ക് അതിന്റെ സ്ലോപ്പ് 2k ആയിരിക്കും അല്ലെ. അപ്പൊ ഇതിനകത്ത് നമുക്ക് എ എന്ന് പറയുന്ന ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. അതിന് പകരം C0യും a - x-ന് പകരം CTയും ഇട്ട് എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതാം 1/CT² 2kt പ്ലസ് 1/C0². അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ 1/CT² എഗെയിൻസ്റ്റ് t വരച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രൈറ്റ് ലൈൻ കിട്ടും വിത്ത് സ്ലോപ്പ് 2k ആൻഡ് ഇന്റർസെപ്റ്റ് 1/C0². ഓക്കെ, ഇനി നമുക്ക് ഒരു തേർഡ് ഓർഡർ റിയാക്ഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നോക്കാം. ഒരു തേർഡ് ഓർഡർ റിയാക്ഷൻസ് ഇൻവോൾവിംഗ് ഓൺലി വൺ റിയാക്ടൻസ് obeys integrated rate equation is equal to k is equal to 1/2t 1/a - x² minus 1/a² ആണ്. നമ്മൾ ആൾറെഡി പഠിച്ചു കഴിഞ്ഞു. യൂണിറ്റ് ഓഫ് k ഫോർ എ തേർഡ് ഓർഡർ റിയാക്ഷൻ ഈസ് നമുക്കറിയാം ഫോർ nth ഓർഡർ റിയാക്ഷൻ മോൾ റൈസ് ടു 1 - 1 L raised to n - 1 സെക്കൻഡ് റൈസ് ടു -1 എന്നാണ്. അല്ലെ എന്നിന് പകരം 3 കൊടുക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് മോൾ റൈസ് ടു -2 L² സെക്കൻഡ് റൈസ് ടു -1 എന്ന് കിട്ടും. ആൻഡ് t half ഫോർ തേർഡ് ഓർഡർ റിയാക്ഷൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു a² എന്ന് നമ്മൾ പഠിച്ചു. ഇനി ക്യാരക്ടറിസ്റ്റിക് എഴുതുമ്പോൾ ഗ്രാഫിന്റെ കാര്യം കൂടി ചേർത്ത് നമ്മൾ എഴുതണം. നമ്മൾ ഗ്രാഫ് 1/a - x² എഗെയിൻസ്റ്റ് t വരയ്ക്കുമ്പോൾ നമുക്ക് സ്ട്രൈറ്റ് ലൈൻ കിട്ടും വിത്ത് ഇന്റർസെപ്റ്റ് 1/a² ആൻഡ് സ്ലോപ്പ് 2k. ഓക്കെ, ഇനി നമുക്ക് സീറോ ഓർഡർ റിയാക്ഷനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഫോർ എ സീറോ ഓർഡർ റിയാക്ഷൻ റേറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. സോ റേറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റന്റ് ഇൻടു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് റൈസ് 0. ഇൻഡിപെൻഡന്റ് ആണ്, അതുകൊണ്ട് റൈസ് 0 എന്ന് എഴുതാൻ പറ്റും. എക്സാമ്പിൾ ഡികമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ അയോഡൈഡ് ഓവർ ഗോൾഡ് സർഫസ്. വെറും ഡികമ്പോസിഷൻ ആണെങ്കിൽ സെക്കൻഡ് ഓർഡർ കാറ്റ്. ഓവർ ഗോൾഡ് സർഫസ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. അതിൽ കാറ്റലിസ്റ്റിനാണ് അവിടെ ഇമ്പോർട്ടൻസ് ഉള്ളത്. അതുപോലെ തന്നെ മോസ്റ്റ് ഓഫ് ദി എൻസൈം catalyst reactions follows zero order kinetics.
For a general reaction, A giving products, നമുക്ക് rate is equal to minus dA by dt എന്ന് എഴുതാം. അപ്പൊ അതിന് പകരം നമ്മൾ ഓൾറെഡി കണ്ടു, അതിന് പകരം dx by dt എന്ന് എഴുതാം അല്ലെ. ഇനി സിക്കൽ റേറ്റ് ലാബ് വെച്ചാണെങ്കിൽ k a raised to 0 എന്ന് എഴുതാം, അല്ലെങ്കിൽ വെറും k എന്ന് എഴുതാം. സോ dx by dt is equal to k. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ റീഅറേഞ്ച് ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് എഴുതുമ്പോൾ ഇന്റഗ്രൽ dx is equal to k ഇന്റഗ്രൽ dt. സോ dx ന്റെ ഇന്റഗ്രൽ x, dt യുടെ ഇന്റഗ്രൽ t. സോ x is equal to kt എന്ന് എഴുതാം, ഓർ k is equal to x by t എന്ന് എഴുതാം. ഇനി എന്താണ്, അപ്പൊ ഇതാണ് റേറ്റ് എക്സ്പ്രഷൻ ഫോർ എ സീറോ ഓർഡർ റിയാക്ഷൻ, k is equal to x by t. ഓക്കെ, അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എത്രമാത്രം നമുക്ക് ഇനിഷ്യൽ കോൺസെൻട്രേഷനിൽ എത്രമാത്രം ഡിക്രീസ് വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ k is equal to ഇതിനകത്ത് നിന്ന് നമുക്ക് എക്സ് ബൈ ടി എന്ന് കിട്ടി. ടി ഹാഫ് എന്ന് പറയുന്നത് നമുക്കറിയാം ഹാഫ് റിയാക്ഷൻ നടക്കാൻ എടുക്കുന്ന സമയമാണ്. അപ്പൊ ടി എന്ന് പറയുന്നത് ടി ഹാഫ് ആണ്. എക്സ് എന്ന് പറയുന്നത് അതിന്റെ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ എ ആണെങ്കിൽ അതിന്റെ പകുതി ആകാൻ എ ബൈ ടു ആകാനുള്ള സമയം. സോ എക്സിന് പകരം എ ബൈ ടു, ടിക്ക് പകരം ടി ഹാഫ്. സോ നമുക്ക് കെ സിക്കൽ ടു എ ബൈ ടു ടി ഹാഫ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ടി ഹാഫ് സിക്കൽ ടു എ ബൈ ടു കെ എന്ന് എഴുതാം. സോ ടി ഹാഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ അല്ലെ. റേറ്റ് ഇനിഷ്യൽ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിലും നമുക്ക് പിന്നെ ടി ഹാഫ് ഡിപ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് വേണമെങ്കിൽ കെ റേറ്റ് എക്സ്പ്രഷനിൽ കെ സിക്കൽ ടു എക്സ് എന്ന് പറയുന്ന ഇനിഷ്യൽ കോൺസെൻട്രേഷനിൽ എത്രമാത്രം ഡിക്രീസ് ചെയ്യുന്നുള്ള, അപ്പൊ സി സീറോ മൈനസ് സി ടി എന്ന് എഴുതാം. എക്സ് സിക്കൽ ടു സി സീറോ മൈനസ് സി ടി ബൈ ടി. അങ്ങനെയും നമുക്ക് റേറ്റ് എക്സ്പ്രഷൻ എക്സ്പ്രസ് ചെയ്യാം. ഇനി ഇതിനെ നമ്മൾ ഗ്രാഫിക്കലി എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? കെ സിക്കൽ ടു എക്സ് ബൈ ടി എന്ന് പറഞ്ഞു. എക്സ് എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഡിക്രീസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ എയും ടി ടൈമിലുള്ള കോൺസെൻട്രേഷൻ എ മൈനസ് എക്സും ആയാൽ നമുക്ക് ആ ഡിഫറൻസ് ആണ് ഡിക്രീസ് അല്ലെ. ഇപ്പൊ എ മൈനസ് എക്സ് എക്സ് എന്ന് എഴുതാം അല്ലെ. ഇപ്പൊ എക്സ് ഇത് എയും ക്യാൻസൽ ആയിപ്പോ, പിന്നെ മൈനസ് എക്സ് പ്ലസ് എക്സ്. സോ എക്സ് ബൈ ടിയെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സി സീറോ മൈനസ് സി ടി എന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ കെ സിക്കൽ ടു ഇങ്ങനെ എഴുതാൻ പറ്റും. അതിൽ നിന്ന് നമ്മൾ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എ മൈനസ് എക്സ് സിക്കൽ ടു മൈനസ് കെ ടി പ്ലസ് എ എന്ന് എഴുതാം. സോ നമ്മൾ ഒരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ എ മൈനസ് എക്സ് അഗെയിൻസ്റ്റ് ടി വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്ട്രൈറ്റ് ലൈൻ കിട്ടും വിത്ത് നെഗറ്റീവ് സ്ലോപ്പ് അല്ലെ. മൈനസ് കെ, സ്ലോപ്പ് നെഗറ്റീവ് ആണ്, അതുകൊണ്ടാണ് മൈനസ്. സോ നമുക്ക് വിത്ത് സ്ലോപ്പ് മൈനസ് കെ ആൻഡ് ഇന്റർസെപ്റ്റ് ഇവിടെ കൂട്ടിമുട്ടുന്ന പോയിന്റ് എ ആയിരിക്കും. അല്ലെങ്കിൽ ഇഫ് യു പ്ലോട്ട് ഗ്രാഫ് സി ടി അഗെയിൻസ്റ്റ് ടി, വി ഗെറ്റ് ആൾസോ എ സ്ട്രൈറ്റ് ലൈൻ വിത്ത് ഇന്റർസെപ്റ്റ് സി സീറോ ആൻഡ് സ്ലോപ്പ് മൈനസ് കെ. ഓക്കെ,